ഇത് നമ്മുടെ വീക്ക്ലി റീസ്റ്റോക്ക് ചെയ്യാൻ പോകും. സാറ്റർഡേ ആണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ക്ലാസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ നേരത്തെ ഇറങ്ങാറുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് പേഴ്സണൽ കാരണം നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പോകാം. നമ്മൾ 2 സെക്ഷനായിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് ചെയ്യാറ്. നമ്മൾ 2 പേര് നമ്മൾ വെറോണി, എല്ലാവർക്കും വെറോണി പരിചയമായിട്ടുണ്ടാവില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞതുകൊണ്ട് പരിചയമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓരോ വീക്ക് ഓരോരുത്തരാട്ടോ പോയി. ഈ വീക്ക് ഞാനും മാമിയോ പോകുന്നുണ്ടെങ്കിൽ അടുത്ത വീക്ക് മറ്റു 3 പേരാണ് പോവുക. ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് അവർ ഇവിടെ നിന്ന് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കും. അങ്ങനെ നമ്മൾ കോർസിംഗയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ക്യാരി ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി റൂമിൽ നിന്ന് കൊണ്ടുപോകാണ് ചെയ്യാറുള്ളത്. കാരണം അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാരി ബാഗിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. ഓൾറെഡി ലിസ്റ്റൊക്കെ നമ്മൾ തലേ ദിവസം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ എടുക്കുന്ന വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ രൂപത്തിനാണ് എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തതിന് ശേഷം അത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവരതിൻ്റെ പ്രൈസ് ടാഗൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് വെക്കും. അതിനുള്ളിലാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുക. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മേടിക്കും. പിന്നെ ക്യാഷ് ബാലൻസ് വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ പിന്നീട് എടുക്കാറാണ് ചെയ്യുക. നമ്മൾ ഓരോ വീക്കും സെയിം ലിസ്റ്റ് അല്ല കേട്ടോ ക്രിയേറ്റ് ചെയ്യാറ്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് നമ്മൾ ഓരോ വീക്കും വാങ്ങിക്കാറ്. നമ്മൾ 5 പേർക്ക് ഒരു വീക്കിലേക്കുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ലിസ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അധികം സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പർച്ചേസിങ് കഴിയാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അതേ ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിൻ്റെ എൻട്രി ടൈം വരുന്നത് രാത്രി 10 മണി വരെയാണ്. ഒരു 10 മിനിറ്റ് ലേറ്റായി ഹോസ്റ്റലിൽ കയറിയെന്ന് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്രാവശ്യം നമുക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബസ് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും ബസ് പോയി. ആൻഡ് ബസ് മിസ്സായി വിചാരിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്നും പണിയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ബസ്സിൽ കയറിയെന്ന് കരുതി ലേറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഹോസ്റ്റലിൽ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു.